അപ്പോൾ അടുത്ത് റെസ്റ്റ് ഏറിയും പമ്പും എല്ലാം കൂടെ ഉള്ളിടത്തോട്ട് കയറിയതാട്ടോ. അന്നേരം ഇതിൻ്റെ പുറകിൽ ഇത് കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടെയും വന്ന് നോക്കിയതാണ്. ഇതിൻ്റെ താഴെ കൂടെയുള്ള റോഡിൽ കൂടെ പോകണം കേട്ടോ. ഇങ്ങനെയുള്ള ഇതിൻ്റെ ഇടയിൽ കൂടെ മൺ റോഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. ഒരു കാളവണ്ടിയും പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. പക്ഷെ മൺ റോഡാ, 2 സൈഡിലും മരമൊക്കെ വെച്ച്. നമുക്കപ്പം നോക്കണം എവിടെ നേരം ഇറങ്ങി ആ റോഡിലോട്ട് കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് പോവാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇല്ല, ഈ ഹൈവേ കഴിഞ്ഞിട്ട് നോക്കണം. കഴിഞ്ഞാലേ നമുക്ക് ഇനി ഹൈവേ കഴിഞ്ഞ് വല്ല ടൗൺ ഏരിയ അവിടുന്ന് എല്ലാം തിരിഞ്ഞു നോക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. നമ്മളപ്പം ഉള്ളിലൊരു വഴിയിലേക്ക് കേറി കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ. നടക്കും കൂടെ ഒരു വഴി, ഇവിടെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഇറങ്ങാനും ഒക്കെ. കണ്ടോ, ഇതാണ് വഴി. ഇങ്ങനെ ഒരു നടുക്കൂടെ, പിന്നെ ഈ സൈഡിൽ കൂടെ ഒക്കെ ചെറിയ ചെറിയ വഴികളുണ്ട് പാടത്തേക്ക് കയറാൻ വേണ്ടി. കണ്ട അപ്പുറത്തെ സൈഡിലും പാടാവാ, ആൾക്കാരൊക്കെ നിക്കുന്നതാണ് നമുക്ക്. തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കാം. ഞങ്ങൾ ഈ കാഴ്ചകൾ കണ്ടോണ്ട് ഇറങ്ങിയ കേട്ടോ. ഇവിടുത്തെ ഒരു സ്കൂളൊക്കെ ഉണ്ട്, BDS ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ്. ഇവിടെ ഫുള്ള് കൃഷിക്കാരൊക്കെ കേട്ടോ. അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരൊക്കെ, അപ്പുറത്തൊക്കെ നിപ്പുണ്ട്. ഈ വഴിയുണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു കവാടം പോലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര രസമുണ്ട്. നോക്കി 2 സൈഡ് ഒരേപോലെ മരം. ഇതാണെങ്കിൽ ഒരു ഫോഗ് പോലെ ഫുള്ള്. അതെ, ഒരു പുറത്തിറങ്ങുമ്പോഴും വെയിലടിക്കുന്നുണ്ട്. വെയിലടിക്കുമ്പോ ചൂടാ, അല്ലാതെ നമ്മൾ നിക്കുമ്പോഴും ഒരു തണുപ്പൊക്കെയാ. കണ്ടു, പാടത്തിന്റെ നടുക്കൊരു സ്കൂളുണ്ട്. മരങ്ങള് ഫുള്ള്. കൊരങ്ങൻ റോഡ് സൈഡിലൊക്കെ കൊരങ്ങനുണ്ട്. നമ്മളപ്പോ വണ്ടി തിരിച്ചു, കാരണം കുറച്ചങ്ങോട്ട് റോഡ് ഇന്റർലോക്ക് ഇട്ട റോഡൊക്കെ നമുക്ക് പിന്നെ ഒത്തിരി അകത്തോട്ട് പോയാ പിന്നെ നമ്മൾ പോവാൻ പോയി കഴിഞ്ഞാലേ കൊരങ്ങുണ്ട്. റോഡിലൊക്കെ കൊരങ്ങിറങ്ങിയിരിക്കുന്നു. ഇത് വലിയ കൊരങ്ങ, ഉരുണ്ട കൊരങ്ങ പോക്കുന്ന ഭൂമിയൊക്കെ. അതെ, ഡോറ് തുറന്നാണെങ്കിൽ അകത്തേക്ക് ചാടിക്കേറും. നമുക്കിനി ഇതിൻ്റെ അകത്തൊന്ന് ഇറങ്ങാം കേട്ടോ. എവിടെയെങ്കിലും നിർത്തിയിട്ട് ആൾക്കാരുള്ളിടത്ത്. അപ്പോൾ കൃഷി ഏതാണെന്നൊക്കെ ചോദിക്കാം അവരോട്. നമ്മളപ്പം ഇവിടെ ഇറങ്ങി കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ചോദിച്ച് നോക്കാം ഇവരുടെ അടുത്ത് എന്തുവാ ഇവിടുത്തെ കൃഷി എന്നൊക്കെ ചോദിച്ചു നോക്കാവേ. കണ്ട, ഇവരിങ്ങനെ വെള്ളം കോരുന്ന സ്ഥലമാണ് ഇത്. കിണറാണോ? കുറച്ച് ഡയമീറ്ററുള്ള കിണർ, കുഞ്ഞു കിണർ. കണ്ട, കിണറാണ്, കുഞ്ഞു കിണർ. ഇതിലെ കൂടെ ഇറങ്ങാന്നാണ് അവര് പറഞ്ഞത്.
കണ്ടോ ഇതിൽ നമുക്കിങ്ങനെ ഈ വരമ്പത്തൂടെ ഇങ്ങനെ നടക്കാം. ഈ മരം സൂപ്പറായില്ലേ? ഇതെനിക്ക് ഒന്ന് കളകളാന്ന് തോന്നുന്നു ഈ സൈഡിൽ പിടിച്ച് കിടക്കുന്നത്. ഇത് കളകളാ. പിന്നെ ഇപ്പുറത്തെ കൃഷി ഇതൊക്കെ എനിക്കൊന്ന് പറിച്ചിട്ടുണ്ട്, അവർ എല്ലാം പറിച്ചെടുത്തിരിക്കുക. നമ്മളെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളപ്പോൾ അവരോട് ചോദിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ അവർ പറഞ്ഞു ഒരു പ്രശ്നമില്ല, എവിടെ വരെ വന്നാലും പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ട് ഇനിയിപ്പം തിരിച്ചങ്ങോട്ട് ഇറങ്ങുക. നമ്മളെ അന്നേരം വേറെ ഒരിടത്ത് നിർത്തിയതാണ് കേട്ടോ. ഇവിടെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഫുള്ളിങ്ങനെ ഉഴുത് മറിച്ചിട്ടൊക്കെ എന്ത് രസമാണെന്നറിയാം. നോക്കത്താ ദൂരത്ത് ഈ പാടം തന്നെയാണ്. ഇവിടെ എന്തൊക്കെയോ കുറച്ച് പച്ചപ്പുണ്ട്, ബാക്കി മൊത്തം ഇങ്ങനെ ഉഴുതിട്ടേക്കുക കേട്ടോ. സൈഡിൽ കൂടെ ഒരു വഴി കണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ വഴി കണ്ടോ നിങ്ങൾ? എന്ത് രസമാണെന്ന് നോക്കിയേ. ഇവിടെ ഫുള്ള് കിളികളാണ് കേട്ടോ. കണ്ടോ, ഭയങ്കര അലപ്പ്. ഇതുവഴി കണ്ടോ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം പോകുന്ന ഇവിടെ ഒരു ചെറിയ പാലം പോലെ എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. ഈ വഴി കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. കണ്ടോ, ഇതുവഴി ഇങ്ങനെ കയറി അപ്പുറത്ത് ഇറങ്ങിയാൽ പാടങ്ങളാണ്. അപ്പോൾ ഈ വഴി ഭയങ്കര രസമുണ്ട് കേട്ടോ. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നതിൻ്റെ കൂട്ടുള്ള വഴികൾ ഇല്ല. നമ്മളെ അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ കുറച്ചിങ്ങനെ നടന്നതാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട്, നല്ല രസം. ഇത് കണ്ടോ എന്ത് തണലാന്ന് നോക്കി. ഈ മരത്തിൻ്റെ ഒക്കെ കളർ കണ്ടോ, വെള്ള കളറ്. ഇവിടെ നമുക്ക് എത്ര നേരം വേണമെന്നാലും ഇരിക്കാം കേട്ടോ, അത്ര സുഖമുണ്ട്. ഈ മരം നിങ്ങൾ കണ്ടോ, ഇതിലല്ലേ ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ കീറിയിട്ട് അതിൽ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ മരത്തിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ചെറിയൊരു കനാല് പോലെ, ഇച്ചിരിയും വെള്ളമുള്ള ചെറിയൊരു കനാല് പോലെ ഇത്. ബാ നമുക്ക് പോകാമെന്നോ? ഞങ്ങളപ്പം ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് പോവാ കേട്ടോ. ഇനി 100-200 കിലോമീറ്റർ ഓടാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് പോവാ. ചൂളക്കമ്പനി ഉണ്ട് കേട്ടോ, മറ്റേ നമ്മളത് കുറേ നേരമായിട്ട് കുറേ സ്ഥലത്ത് ഉണ്ടത്. കുറേ നേരമായിട്ട് അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ മുന്നേ കാണിച്ചായിരുന്നു. അത് പല നേരത്തെ നമ്മൾ കണ്ടത് ഇഷ്ടികയുടേതും പിന്നെ ഇപ്പൊ കണ്ടത് വേറൊരു ടൈപ്പ് കട്ടയുടെ ആയിരുന്നു. നമ്മളിപ്പം ജിന്ദിലേക്കാ പോകുന്നത്. ഈ വഴി ജിന്ദിലേക്ക് പോകുന്ന വഴിയാ. പക്ഷേ നമ്മൾ അങ്ങോട്ടാണോ പോകുന്നതെന്ന് അറിയില്ല. പക്ഷെ ഈ വഴി സ്ട്രെയിറ്റാ ജിന്ദിലേക്ക് കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ NH 352 പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളപ്പോ ഇവിടെ ഒരു ധാബ കണ്ടപ്പം അവിടെ ഒന്ന് കേറി നോക്കാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡൊക്കെ ഉണ്ടോന്ന്. ഇത് കണ്ടോ, ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് പഞ്ചാബികൾ ഡാൻസ് ഒക്കെ കളിക്കുന്ന സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അവിടെ പോയിട്ട് മെനു ഒന്ന് നോക്കിയിട്ട് വരാം. കണ്ടോ, ഇത് കണ്ട, ഇതാണ് ഇവിടെ കണ്ട സ്റ്റാച്ചു. നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവരും ഓരോ ഡാൻസിന്റെ സ്റ്റെപ്പ് ഇട്ട് നിൽക്കുക. നമ്മളപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ ഇറങ്ങിയതാട്ടോ, പഴമൊക്കെ. നമ്മളപ്പം കഴിക്കാൻ മേടിച്ചു കേട്ടോ. ആദ്യം നമ്മൾ പഴം വാങ്ങാൻ പോയ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയില്ല. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ മേടിച്ചായിരുന്നു. എന്തായിരുന്നു? ബട്ടൂര. 3 ബട്ടൂര വാങ്ങി. പിന്നെ ആണെങ്കിൽ വെജ് ബിരിയാണിയും വാങ്ങിയാണ് കേട്ടോ. ബിരിയാണി ഒത്തിരി കടകളിൽ നമ്മൾ കയറി
പക്ഷെ എങ്ങും കിട്ടിയില്ലായിരുന്നു. നമ്മൾ 2 കടയിൽ ചോദിച്ചിട്ടും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ വരുന്ന വഴി അവർ വേറൊരു ഹോട്ടൽ പറഞ്ഞായിരുന്നു. പിന്നെ അവിടെ വന്ന് ചോദിച്ചപ്പോഴേക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെജ് ബിരിയാണിയും കൂടെ വാങ്ങി. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നിർത്തി കഴിക്കും. ഇപ്പം 2 മണിയാവുന്ന സമയം. ഇനി നമുക്ക് 3 മണിക്കൂറായിട്ട് എത്താനുള്ളത്. ഈച്ച വന്ന് അടിച്ചടിച്ച് ഫുള്ള് ക്ലാസ്സിൽ ഇങ്ങനെ ഈച്ചയുടെ ചെറിയ ചെറിയ പാടുകൾ, ഈച്ചകൾ ഇങ്ങനെ വന്ന് അടിച്ചടിച്ചിരിക്കുവായിരുന്നു. ഇവിടെ നമ്മളിപ്പോ വന്ന വഴി കൊറേ ബിൽഡിങ് കണ്ടു കേട്ടോ. ഇവരാണെങ്കിൽ ഇഷ്ടിക പണിതിട്ടിട്ടേ ഉള്ളു, തേച്ചിട്ടില്ല ഒന്നും. അതിന് എന്താ തേക്കാത്തെന്ന് അറിയില്ല. ചിലപ്പോ ഇവരുടെ ഒരു അങ്ങനെ ഇടത്തേ ഉള്ളായിരിക്കും. ഞങ്ങളെ അങ്ങനെ കഴിക്കാൻ ഇങ്ങനെ നോക്കി നടന്ന ഒരു സ്ഥലം കിട്ടി. നല്ലൊരു സ്ഥലം കിട്ടി. നല്ല തണലും തണുപ്പും ഒക്കെയുള്ള നല്ലൊരു സ്ഥലം കിട്ടി. ഹൈവേയുടെ സൈഡിൽ തന്നെ കേട്ടോ. ഇതാ അപ്പോൾ ആ സ്ഥലം കണ്ടാ. ഇവിടെ നോക്കി എന്ത് രസമാണെന്ന് നോക്കി. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ ഉച്ചയായിട്ടും. ഇവിടെ ഫുള്ള് കൃഷിയാണ്. ഞങ്ങൾ വേണ്ട ഇവിടോട്ട് ഇട്ട് സൈഡിലോട്ട് വണ്ടി. അപ്പോൾ അവിടെ എന്തോ വീടൊക്കെ കേട്ടോ. അവിടെ ഒരു ബൈക്കൊക്കെ ഉണ്ട്, ഇരിപ്പുണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഇവിടെ എന്തോ കൃഷി നട്ടിട്ടുണ്ട് കേട്ടോ. കൃഷി നട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടോ ചെറിയൊരു വെള്ളം പോകുന്നത് കണ്ടോ. അവിടുന്നേ ഉണ്ട് കേട്ടോ, ചെറിയൊരു ചാല് പോലെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങളപ്പം എന്താ ഇവിടെ നിന്ന് കഴിക്കുകയൊക്കെ കേട്ടോ. ഈ സൈഡ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും മരമാണ്, ചെറിയൊരു പാത്തി പോലെ. അങ്ങോട്ടും മരം, ഈ സൈഡിലും മരമാണ് കേട്ടോ. അവിടെ എന്തോ ബിൽഡിംഗ് ഒക്കെ കാണാം കുറച്ച് ദൂരെ. അവിടെ എന്തോ കുറേ കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്, പല കളറിലുള്ള കുറേ കൊടികളും അങ്ങനെയൊക്കെ. ഹോട്ടൽ പോലത്തെ ഒരു സ്ഥലം. നമ്മളിങ്ങോട്ട് വന്നപ്പം അതിന്റെ ബോർഡ് ഞങ്ങൾ അപ്പം ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാ ലുധിയാനയിലോട്ട്. നമ്മളപ്പം കഴിച്ചിട്ട് തിരിച്ച് വണ്ടി കയറി. അപ്പം നമ്മളിനി പോകുക. നമുക്ക് ഏകദേശം 3 മണിക്കൂറുണ്ടല്ലേ? 150 കിലോമീറ്റർ. 3 മണിക്കൂറുണ്ട്. എത്ര? 150 കിലോമീറ്റർ. അപ്പം ഇവിടെ എന്ന് വെച്ചാലില്ലേ ഫുള്ള് സൈഡിൽ കൂടെ കുറേ കുഞ്ഞു വഴിയുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. മരങ്ങളാണ്. എന്നിട്ട് ചെറിയ വഴി അങ്ങോട്ട് കണ്ട, ഇതുപോലെ ചെറിയ വഴി ഉള്ളിലേക്ക്. അതേപോലെ കുറച്ച് സ്ഥലത്തെത്തുമ്പോഴും അങ്ങനെയുണ്ട്, ചെറിയ വഴി ഉള്ളിലേക്ക്. നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ നിന്ന സ്ഥലവും അങ്ങനെയായിരുന്നു, ചെറിയ വഴി ഉള്ളിലേക്ക്. 2 സൈഡിൽ മരങ്ങളും. വീടുണ്ട്. എന്നിട്ട് വീടിന്റെ ഫ്രണ്ടിൽ ഒരു കട്ടിലിട്ടിട്ട് ഒരാളവിടെ കിടക്കുന്നുണ്ടായിരുന്നു. വീട് ഉള്ളിലേക്കായിരുന്നേ. നമ്മളപ്പോ പഞ്ചാബി കയറി കേട്ടോ. കാരണം വെൽക്കം ടു പഞ്ചാബ് എന്നുള്ള ബോർഡ് നമ്മൾ കണ്ടു. നമ്മൾ പഞ്ചാബിലേക്ക് കയറി. 8 എട്ടാമത്തെ സ്റ്റേറ്റായി നമ്മൾ പഞ്ചാബിലേക്ക് കയറി. അപ്പം ഇനി നമുക്ക് പഞ്ചാബിലെ കാഴ്ചകൾ. ഇനി നമുക്ക് 2.25 മണിക്കൂറുണ്ട് ലുധിയാന എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് കയറിയതുള്ളൂ. അപ്പോൾ വലിയ വ്യത്യാസം വരാനുള്ളതായില്ല. ഇതുപോലെ തന്നെയാണോ അതോ വ്യത്യാസം ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മളപ്പോൾ പഞ്ചാബി പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇവിടെ നമുക്ക് അങ്ങനെ ചെക്കിങ് ഒന്നും ഇല്ലായിരുന്നു. നമുക്കപ്പം എവിടെയൊക്കെയായിരുന്നു? ഈ രാജസ്ഥാനിലില്ലായിരുന്നു, ഗുജറാത്തിലുണ്ടായിരുന്നില്ലേ? ഗുജറാത്ത്, അതായത് ഗുജറാത്തിന്റെ അല്ലായിരുന്നു. പക്ഷെ അത് മഹാരാഷ്ട്ര തീർന്നപ്പോ മഹാരാഷ്ട്ര പോലീസിന്റെ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടൊന്നും ഇല്ല. ഗുജറാത്തില് വലിയ കാര്യമായിട്ടില്ല. രാജസ്ഥാനിൽ ആരുമേ ഗുജറാത്തിലല്ലേ നമ്മളെ സൈഡിൽ നിന്ന് ഇതെന്തിനാ എഴുതിയേക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അതാ പറഞ്ഞത്. അത് മഹാരാഷ്ട്ര ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞില്ല, മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അവരായിരുന്നു
അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തേച്ചിട്ട് ചെറുതായിട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്. അതെ, ഫ്രണ്ട് മാത്രം തേച്ച് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ബാക്കി ബാക്കിലേക്കോ സൈഡോ ഒന്നും ചെയ്തിട്ടില്ല. അതെന്താ അങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് അറിയില്ല. എല്ലാ ബിൽഡിങ്ങും അങ്ങനെ കേട്ടോ. എല്ലാം അങ്ങനെയാ. ഇത് കണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് വണ്ടിയുടെ സാധനങ്ങൾ, അതായത് ലോറിയുടെ പാർട്സ്, ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുക. കണ്ട് ഇങ്ങനെ അതിന്റെ ഹെഡ് ഭാഗം, പിന്നെ ക്യാബിനുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് സെക്കൻഡ് വിൽക്കുന്നതായിരിക്കും. അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് ഇങ്ങനെ, ഇത് തന്നെ ഇങ്ങനെ നിരന്നിരിക്കും. ഒരുപാടുണ്ട്. നമ്മൾ ഈ ചില മാർക്കറ്റില്ലേ, നമ്മൾ കോയമ്പത്തൂരൊക്കെ പോയി വണ്ടിയുടെ സെക്കൻഡ് ഒക്കെ എടുക്കുന്ന അതുപോലെ വല്ല മാർക്കറ്റും എല്ലാം ആയിരിക്കും ഇത്. കുറെ ഉണ്ട്, എല്ലാ ഭാഗങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. ആക്സിലും എല്ലാം അവിടെ കിടക്കുന്നുണ്ട്. ഈ ഭാഗത്തുണ്ട്. ഇത് ഫുള്ള് ക്യാബിന് കേട്ടോ. ഇനി വർക്ക് ചെയ്ത് അല്ല, ഇത് സെക്കൻഡ് തന്നെ. ഇത് കണ്ടോ, ഒരു പാലമാണ്. നല്ല രസമുണ്ടല്ലേ ഇത് കാണാൻ. ഇവിടെ എന്തോ നമ്മുടെയൊക്കെ അവിടുത്തെ പോലെ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ജൈന്റ് വീലൊക്കെ ഉണ്ട് കേട്ടോ. കൊറേ ഇങ്ങനെ നമ്മുടെ അവിടെയൊക്കെ വരുന്ന പോലത്തെ സംഭവങ്ങളുണ്ട്. ഇവിടെ ഇപ്പൊ എല്ലാം മറ്റേ നമ്മുടെ തല കിട്ടി കറക്റ്റ് പഞ്ചാബി സിംഗുകളാ കൂടുതലും. ഇപ്പൊ ഒരു കുതിര വണ്ടി അപ്പുറത്ത് ഒരു താടി മീശ ഭയങ്കര ചീകി ഇട്ടേന്റെ കേട്ടോ. അത് ഈ കുറച്ച് പ്രായമുള്ള ആൾക്കാരുണ്ടല്ലോ, നല്ല പ്രായമുള്ള എല്ലാം നരച്ച്, അവരുടെ നല്ല രസമാണ്. മീശയൊക്കെ ഇങ്ങനെ കറക്റ്റ് ചീകി ഇട്ടേ, മുടി ചീകി സ്ട്രെയിറ്റ് ചെയ്ത് ചീകി ഇട്ടേക്കുന്നതിന്റെ തൊട്ട് അവരുടെ മീശ. ഇവിടെ രണ്ട് സൈഡിലും കൃഷിയാകട്ടെ നമ്മൾ പോകുന്ന വഴി ഫുള്ള്. ഇവിടെ ഈ സൈഡും റൈറ്റ് സൈഡും കൃഷി. നമ്മുടെ ഹരിയാന കണ്ട പോലെ തന്നെ, അതേപോലെ തന്നെ ഫുൾ കൃഷി സ്ഥലങ്ങള്. ഇതിപ്പോ ഒരു ചെറിയ വഴിയിലേക്ക് കയറി. ഇനി നമ്മൾ ഈ വഴിന്ന് ഹൈവേയിലോട്ട് ചെന്ന് കയറും. NH 52-ലോട്ടാണെന്ന് തോന്നുന്നു എന്ന് കയറുന്നത്. ഇവിടെ കണ്ടോ എന്തോ ഒരു റാലി പോലെ ഉണ്ട് കേട്ടോ. പഞ്ചാബികളുടെ ആണെന്ന് തോന്നുന്നു. എന്താന്ന് മനസ്സിലാവുന്നില്ല. ആ സൈഡിലും കൂടെ ആയതുകൊണ്ട് കിട്ടത്തില്ല ക്ലിയർ ആയിട്ട്. എന്തോ ഇവർ പാട്ടൊക്കെ വെച്ച് പോകുക കേട്ടോ. എന്തിൻ്റെ ആണെന്നറിയില്ല. എന്തോ ഇവരുടെ എന്തെങ്കിലും ആയിരിക്കും, അമ്പലവോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. നമ്മളിപ്പോൾ പമ്പിൽ കയറിയത് ജിയോയുടെ വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ അപ്പുറത്തെ കാറിലൊരു പട്ടി ഇങ്ങനെ പുറത്തേക്ക് തലയിട്ട് കാഴ്ചകൾ കണ്ടു പോകുക പട്ടി. ഇത് കണ്ടോ ഇവര് സൈഡില് ചെടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതിന്റെ ചെടിച്ചട്ടി പോലെ ഒരു ഇത് കട്ട വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇതിൻ്റെ അകത്ത് അത് പക്ഷെ ഉണങ്ങിപ്പോയെന്ന് തോന്നുന്നു. അതും എന്തോ ചെടി വെക്കാൻ വേണ്ടിയിട്ട് എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് നല്ല സമയം എടുക്കും എത്താൻ വേണ്ടി. 1 മണിക്കൂർ 40 മിനിറ്റുമാണ് കാണിക്കുന്നത്. 75 കിലോമീറ്ററേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിലൊക്കെ പാടങ്ങളാ കേട്ടോ. ഇവിടെയൊക്കെ പാടം തന്നെ ഇപ്പോഴും കണ്ടോ. ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ കടകളും ഒക്കെയാ നമ്മുടെ നാട്ടിലെ അതുപോലെ ഉണ്ട്. നമുക്ക് ഏകദേശം 1 മണിക്കൂർ ഒക്കെ ഉള്ളു കേട്ടോ. 1 മണിക്കൂർ 5 മിനിറ്റും 48 കിലോമീറ്റർ. ഇവിടെ അങ്ങോട്ട് തിരക്കുള്ള റോഡുകളാ, അതാ ഫുള്ള് ട്രാഫിക്. അതുകൊണ്ട് നല്ല സമയം എടുക്കും നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. ഒരു ബിൽഡിംഗും തേച്ചിട്ടില്ലല്ലേ. എല്ലാത്തിന്റെ ഫ്രണ്ടില് മാത്രം പെയിന്റ് അടിച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെയാന്ന് നമ്മള് മുന്നേ കണ്ടില്ല അതുപോലെ. ഇവിടെ ഒരുമാതിരി എല്ലായിടം കാണുമ്പോ അങ്ങനെ തന്നെയാ.
സമയം ഇനി എടുക്കുന്നത്. നമ്മളിത്ര 500-550 കിലോമീറ്റർ സംതിങ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഏകദേശം കുറച്ച് സമയം കൊണ്ട് തന്നെ കവർ ചെയ്തു. പക്ഷേ ഈ ലാസ്റ്റ് ഒരു ഇത്ര ചെറിയ കിലോമീറ്ററിനാണ് നമ്മൾ ഈ കിടന്ന് തുഴയുന്നത്. കണ്ടോ, അവിടുന്ന് ഇവിടുന്ന് എല്ലാം വണ്ടി കയറി വരെ ഉണ്ട്. കണ്ടോ, ഒരു കൊച്ചു ഉണ്ടായിട പുറകിൽ. എന്നിട്ടായപ്പോൾ എത്ര ആൾക്കാർ, കുഞ്ഞി കൊച്ച, അന്നാന്ന് ചെറുകെ നോക്കിയെടുക്കുമല്ല. കണ്ട ഇവിടെ സൈഡിൽ പാത്രക്കടയൊക്കെയുണ്ട്. പാത്രം, പിന്നെ ഫ്രൂട്ട്സ് കട ഒത്തിരി നമ്മളിപ്പോൾ കണ്ടായിരുന്നേ. നമ്മളപ്പോൾ ഇവിടെ ഒരു ട്രാക്ടറൊക്കെ വയലിൽ ഇത് കണ്ട് നിർത്തിയതാ കേട്ടോ. കണ്ട, സൺസെറ്റ് ആയില്ല, ഇനി ഒരു അരമണിക്കൂറിൽ കൂടുതലെടുക്കും സൺസെറ്റ് ആവാൻ. അപ്പോൾ നമ്മൾ ഈ ട്രാക്ടറും പിന്നെ അവിടെ കണ്ടോ, ഇത് കൊയ്യുന്ന മെഷീനാണെന്ന് തോന്നുന്നു. അത് ഈ സൺലൈറ്റ് അടിക്കുമ്പോൾ ക്ലിയറായിട്ട് കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഒരു കൊയ്യുന്ന മെഷീനുണ്ട്, അതിങ്ങനെ കൊയ്ത് പോകുവാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു ട്രാക്ടറും കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ ഇറങ്ങി നിന്നിട്ട്. ഇങ്ങനെ റോഡ്, ഇപ്പുറത്ത് റോഡ്, നമ്മളിവിടെ ഇങ്ങനെ നിർത്തിയതാണ്. നമ്മളപ്പോൾ ലുധിയാന എത്തി. നമുക്ക് ഇനി ഒരു 12 മിനിറ്റാ റൂമിലേക്ക് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഹൈവേന്ന് കട്ട് ചെയ്തൊരു വഴിയിലേക്ക് കയറി, സർവീസ് റോഡ് എടുത്ത് കയറി. ഇനി ഇവിടുന്ന് U-ടേൺ എടുത്ത് തിരിച്ചങ്ങോട്ടാ പോകണ്ടേ. 5:50 ആയതേ ഉള്ളൂ കേട്ടോ, രാത്രിയായി. അപ്പോഴത്തേന് ഇരുട്ടായി ഏകദേശം. ഞങ്ങളെ അങ്ങനെ റൂമിലെത്തി കേട്ടോ. റൂമിലെത്തി കയറി ഞങ്ങൾ കുളിച്ച് ഫ്രഷായി കഴിക്കുകയൊക്കെ ചെയ്ത് ഇനിയിപ്പം കിടക്കാനൊക്കെ പോവാം. ഇതാട്ടോ നമ്മുടെ റൂമിനൊരു ബാൽക്കണി ഉണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ, കിട്ടുങ്ങുന്നു. എനിക്ക് കൈയൊക്കെ വിറയ്ക്കുന്നത്. ഇവിടെ 13 ഡിഗ്രിയാണ്, ഭയങ്കര തണുപ്പാണ്. ആ വീട് കണ്ടോ, ആ വീട് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ശരി, ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.